നമസ്കാരം. ന്യൂസ് അറ്റ് 8 PM സ്വാഗതം. പ്രധാന വാർത്തകൾ. BKC സ്ലിപ്പ് ഓൺസ് പ്രധാന വാർത്തകൾ യോജിബായ് BKC സ്ലിപ്പ് ഓൺസ്. എന്റെ സ്വന്തം സ്ലിപ്പ് ഓൺസ്. BKC സ്ലിപ്പ് ഓൺസ് ലൈറ്റർ ദാൻ യു ഇമാജിൻ. പ്രധാന കേരള വാർത്തകൾ. വിലക്കയറ്റത്തിനെതിരെ ഡിസംബർ 1 മഞ്ചേശ്വരം മുതൽ പാറശാല വരെ CPIMന്റെ അടുപ്പുകൂട്ടി സമരം. അനധികൃത സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ജനുവരി 1 ഭൂമി പിടിച്ചെടുക്കൽ സമരം. കേന്ദ്ര കമ്മിറ്റി നടപടികൾക്ക് അനുസൃതമായ പരസ്യ പ്രതികരണം VSന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് പിണറായി വിജയൻ. വിവരാവകാശ കമ്മീഷണറായി തുടരാൻ നടരാജൻ യോഗ്യനല്ലെന്നും പിണറായി. മന്ത്രിസഭയുടെ റേറ്റിംഗ് പരിശോധിക്കണമെന്ന് ആര്യാടൻ. റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളെന്ന് മുഖ്യമന്ത്രി. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ്. ചിക്കനിൽ പുഴു കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ തിരുവനന്തപുരത്തെ KFC റെസ്റ്റോറന്റിന് ഹൈക്കോടതിയുടെ പ്രവർത്തനാനുമതി. തിരുവനന്തപുരത്ത് ആര്യാസ് ഹോട്ടലിലെ മസാല ദോശയിൽ പഴുതാര, ഹോട്ടൽ അടച്ചുപൂട്ടി. പ്രധാന ദേശീയ വാർത്തകൾ. നിതിൻ ഗഡ്കരിക്കെതിരെ വെളിപ്പെടുത്തലുകളുമായി അരവിന്ദ് കെജ്രിവാൾ. മഹാരാഷ്ട്രയിലെ ജലസേചന പദ്ധതികളിൽ ഗഡ്കരി ക്രമക്കേട് കാട്ടി. ഗഡ്കരി മദ്യവ്യവസായം ഉൾപ്പെടെ വൻ വ്യവസായ സാമ്രാജ്യത്തിന് അധിപൻ. ഫറൂഖാബാദിലെത്തിയാൽ കെജ്രിവാൾ ജീവനോടെ മടങ്ങിപ്പോകില്ലെന്ന് സൽമാൻ ഖുർഷിദിന്റെ ഭീഷണി. പ്രധാന അന്തർദേശീയ വാർത്തകൾ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി അമേരിക്കയിൽ ബറാക് ഒബാമ റോംനി രണ്ടാംഘട്ട സംവാദം അവസാനിച്ചു. രണ്ടാം ഘട്ടത്തിൽ ബറാക് ഒബാമയ്ക്ക് മുൻതൂക്കം. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം പ്രധാന പ്രാദേശിക വാർത്തകൾ. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി നടപടികൾക്ക് അനുസൃതമായ പരസ്യ പ്രതികരണം VSന്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ. വിവരാവകാശ കമ്മീഷണറായി തുടരാൻ നടരാജൻ യോഗ്യനല്ലെന്നും പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ VS അച്യുതാനന്ദൻ പരസ്യമായി തെറ്റ് ഏറ്റുപറയുമെന്ന് നേരത്തെ കേന്ദ്ര കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. VSന്റെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രതികരണം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് പിണറായി വിജയൻ ഇങ്ങനെ മറുപടി നൽകി. പാർട്ടിക്ക് പുറത്ത് പറയേണ്ട വിവരങ്ങള് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പരസ്യമായി പറഞ്ഞ കാര്യങ്ങളുടെ ഭാഗമായി നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സഖാവ് VS തന്നെ പറയും. ഞാൻ പറയുന്നതല്ല ഉചിതം. അത് VSൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക. ഭൂമിദാന കേസിൽ നിന്ന് VSനെ ഒഴിവാക്കണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ട വിവരാവകാശ കമ്മീഷണർ നടരാജൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. നടരാജൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നടരാജൻ ആ കാര്യം അറിയാലോ. അപ്പൊ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ല. അയാൾ രാജിവെച്ച് പോകേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിലക്കയറ്റത്തിനെതിരെ ഡിസംബർ 1 മഞ്ചേശ്വരം മുതൽ പാറശാല വരെ CPIM അടുപ്പുകൂട്ടി സമരം നടത്തുമെന്ന് പിണറായി വിജയൻ. സർക്കാർ ഭൂമി കയ്യേറ്റങ്ങൾക്കെതിരെ ജനുവരി 1 ഭൂമി പിടിച്ചെടുക്കൽ സമരം നടത്തുമെന്നും പിണറായി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമഗ്ര മേഖലകളിലും UDF സർക്കാർ പരാജയമാണെന്ന് സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പിണറായി വിജയൻ ആരോപിച്ചു. വിലക്കയറ്റം രൂക്ഷമാണ്. ഇതിനെതിരെ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കും. ഡിസംബർ 1 മഞ്ചേശ്വരം മുതൽ പാറശാല വരെ റോഡ് സൈഡില് കുടുംബങ്ങൾ അടുപ്പുകൂട്ടി ഭക്ഷണം പാചകം ചെയ്യും. റിയൽ എസ്റ്റേറ്റുകാർക്ക് വേണ്ടി ഭൂസംരക്ഷണ നിയമവും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും അട്ടിമറിക്കുന്നു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി സർക്കാർ തിരിച്ചുപിടിക്കുന്നില്ല. തോട്ടം ഭൂമി എന്ന പേരിൽ ഭൂസംരക്ഷണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പല ഭൂമികളും തോട്ടങ്ങളല്ല. ഇത്തരം ഭൂമികൾ പിടിച്ചെടുക്കും. ജനുവരി 1 മുതലായിരിക്കും ഈ ഭൂസമരം. തോട്ടത്തിനകത്ത് തോട്ടമായിട്ട് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ അനധികൃത ഭൂമിയുണ്ട്. ആ അനധികൃത ഭൂമിയോടൊപ്പം തന്നെ ഇപ്പൊ തോട്ടം കുറെ ഭാഗം തോട്ടയല്ല, വെറുതെ ഇട്ടിരിക്കുകയാണ്. ആ ഭൂമിയുണ്ട്. അത് രണ്ടും അവർക്ക് കയ്യിൽ വെക്കേണ്ട കാര്യം, അവർ കയ്യിൽ വെക്കേണ്ട കാര്യമില്ല. അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ഒരു വശത്ത് മുസ്ലിം ലീഗും മറുവശത്ത് സംഘപരിവാറും ശക്തമായ വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നു. ഇതിനെ CPIM ചെറുക്കും. ഡിസംബർ 9 സംസ്ഥാനതല പട്ടികജാതി കൺവെൻഷൻ സംഘടിപ്പിക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 30 വനിതാ ദിനം ആചരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മന്ത്രിസഭയുടെ റേറ്റിംഗ് പരിശോധിക്കണമെന്ന് ആര്യാടൻ മുഹമ്മദ് UDF യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഉൾപ്പെടെ എല്ലാവരും ഉത്തരവാദികളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് മുസ്ലിം ലീഗും UDF യോഗത്തിൽ പ്രതികരിച്ചു.
കോൺഗ്രസ് ലീഗ് ബന്ധം തീർത്തും വഷളായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു UDF യോഗം. ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്കിടയിൽ UDFലെ ചിലരുമുണ്ടെന്ന് KPA മജീദ് പരാതിപ്പെട്ടു. ഈ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. UDF സംവിധാനം പാടെ തകർന്നുവെന്നും ലീഗ് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. UDF തകർന്നെന്ന ലീഗിന്റെ പരാതി കൺവീനർ PP തങ്കച്ചനും ഒരു ഘട്ടത്തിൽ അംഗീകരിച്ചു. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയാണ് ലീഗ് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. ലീഗ് പ്രതിനിധികൾ പ്രതിഷേധം അറിയിച്ചതായും പ്രശ്നപരിഹാരത്തിന് പൂർണ്ണ UDF യോഗം നവംബർ 5-ന് ചേരുമെന്നും PP തങ്കച്ചൻ പറഞ്ഞു. 5-ാം തീയതി ഞങ്ങള് കോവളത്ത് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് വളരെ വിഷമല്ല. അവരുടേതായ ചില പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചു. അപ്പൊ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ഉന്നയിച്ചു. അതിന് ഓരോ കക്ഷികൾക്കുള്ള ചില അതൊക്കെ പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. മന്ത്രിമാരുടെ പ്രവർത്തനത്തിന് റേറ്റിംഗ് ഏർപ്പെടുത്തണമെന്ന് ആര്യാടൻ മുഹമ്മദ് ആവശ്യപ്പെട്ടു. റേറ്റിംഗ് താഴ്ന്നിട്ടുണ്ടെങ്കിൽ ആര്യാടൻ ഉൾപ്പെടെ ഉത്തരവാദിത്തമുണ്ടെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. മിനിമം ബസ് ചാർജ് 6 ഉയർത്തുന്നതിന് യോഗം തത്വത്തിൽ അംഗീകാരം നൽകി. പരിയാരം, കൊച്ചി മെഡിക്കൽ കോളേജുകൾ ഏറ്റെടുക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കാൻ ധനവകുപ്പിനെ ചുമതലപ്പെടുത്തി. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഹസൻ മുനീർ തർക്കം യോഗം ചർച്ച ചെയ്തില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിളപ്പിൽശാലയിലെ മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടാനുള്ള നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മഞ്ഞളാം കുഴിയാലി. സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന തലസ്ഥാനത്തുള്ള ഉപയോഗശൂന്യമായ കരിങ്കൽ ക്വാറികളിലേക്ക് മാലിന്യം നീക്കം ചെയ്യുമെന്നും മന്ത്രി അലി വ്യക്തമാക്കി. അതേസമയം വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് സംബന്ധിച്ച് നഗരസഭ ഹൈക്കോടതിയിൽ എതിർ സത്യവാങ്മൂലം നൽകുമെന്ന് മേയർ കെ ചന്ദ്രികയും അറിയിച്ചു. വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയാൽ നഗരസഭ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നാണ് മേയർ കെ ചന്ദ്രിക വ്യക്തമാക്കിയത്. വിളപ്പിൽശാലയിൽ തന്നെ മാലിന്യ സംസ്കരണം വേണമെന്ന് നഗരസഭയ്ക്ക് ഒരു പിടിവാശിയുമില്ല. മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടിയാൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്ന അടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും മേയർ പറഞ്ഞു. വിളപ്പിൽശാല പ്ലാന്റിന് തക്കതായതോ അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ട ബാധ്യത കൂട്ടാൻ തീരുമാനിക്കുന്നവർക്കാണ്. ഒരു നിമിഷം കൊണ്ടൊന്നും ഒരു പ്ലാന്റും ഉണ്ടാകത്തില്ല. ഇന്ന് പ്ലാന്റ് അടച്ചിട്ട് ഇന്ന് 10 മാസം കഴിയുന്നു. ഇതുവരെ ഒരു ബദൽ സംവിധാനം സർക്കാർ ഉണ്ടാക്കി തന്നിട്ടില്ല. നഗരസഭ തീർച്ചയായിട്ടും വിസ്തീർണം നൽകും. ഞങ്ങൾ കൌണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യും. അതേസമയം വിളപ്പിൽശാല മാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുന്ന നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മഞ്ഞളാം കുഴിയാലി പറഞ്ഞു. മാലിന്യ സംസ്കരണം നടത്തേണ്ട ചുമതല നഗരസഭയ്ക്കാണ്. തെരഞ്ഞെടുത്ത ക്വാറികളിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുമെന്നും അലി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ കോർപ്പറേഷനിൽ തന്നെ ഏകദേശം 20ഓളം പാറമടകൾ, ക്വാറികൾ, കരിങ്കൽ ക്വാറികൾ സർക്കാരിന്റേതായ പിന്നെ കരിങ്കൽ ക്വാറികളുണ്ട്. അത് കണ്ടിട്ടുണ്ട്. അവിടെ സംസ്കരിക്കാനാണ് സർക്കാർ ഉദ്ദേശിച്ചത്. എന്നാൽ വിളപ്പിൽശാലയിൽ സമരസമിതി പ്രവർത്തകർ അനിശ്ചിതകാല ഹർത്താൽ പിൻവലിച്ചതോടെ റോഡ് ഗതാഗതം സുഗമമായി. കടകമ്പോളങ്ങൾ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി. പ്ലാന്റ് അടച്ചുപൂട്ടുമെന്ന ഉറപ്പ് സർക്കാർ രേഖാമൂലം നൽകുന്ന സാഹചര്യത്തിൽ നിരാഹാര സമരം അവസാനിപ്പിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെ കരുണാകരന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജിയിൽ കലാശിച്ച ചാരക്കേസിന്റെ യഥാർത്ഥ ഗുണഭോക്താവ് AK ആന്റണി. KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വയലാർ രവിയോട് മത്സരിച്ച് തോറ്റ് ദില്ലി ജീവിതം നയിച്ചിരുന്ന ആന്റണിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവിനാണ് ചാരക്കേസ് വഴിവെച്ചത്. തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ദില്ലിയിലെ കിങ് മേക്കറായ കെ കരുണാകരൻ PV നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി കസേരയിലെത്തിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രതാപവാനായ മുഖ്യമന്ത്രിയായി തുടരവെയാണ് കരുണാകരൻ റാവുവുമായി അകലുന്നത്. കരുണാകരന്റെ പിന്തുണയോടെ വയലാർ രവി KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചതിന് പിന്നാലെ പ്രണിതഹൃദയനായി ആന്റണി ദില്ലിയിലേക്ക് വണ്ടി കയറി. റാവു കരുണാകരൻ സമവാക്യങ്ങൾ തെറ്റിക്കുന്നതിൽ ആന്റണിയുടെ പങ്ക് ചെറുതല്ലെന്ന് കോൺഗ്രസുകാർ അടക്കം പറഞ്ഞു. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിഭാഗീയതയുടെ കാലം. കരുണാകരനെതിരെ AK ആന്റണിക്ക് പിന്നിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അണിനിരന്നു. കരുണാകരനോട് പിണങ്ങി ഉമ്മൻചാണ്ടി ധനമന്ത്രി സ്ഥാനം രാജിവെച്ചു. കലാപം രൂക്ഷമായി. കരുണാകരനെതിരെ A വിഭാഗത്തിന്റെ വജ്രായുധമായിരുന്നു ISRO ചാരക്കേസ്. ആന്റണിയാണ് ഈ ഗൂഢാലോചനയുടെ ഗുണഭോക്താവ് എന്നത് ശരിയാണ്. പ്രത്യേകിച്ചും കരുണാകരൻ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യം ആന്റണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിലും അത് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പക്ഷേ റാവുവിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം കൊണ്ടാണ് പെട്ടെന്ന് കരുണാകരനെ അട്ടിമറിക്കാൻ സാധിച്ചത്. പെട്ടെന്ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പറന്നെത്തി ആന്റണി മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുകയും ചെയ്തു. അതൊന്നും അധാർമികമായി ആന്റണി അന്ന് കണ്ടില്ല. ചാരക്കേസിൽ കരുണാകരന് നഷ്ടപ്പെട്ട കസേര ലഭിച്ചത് ആന്റണിക്ക്. കരുണാകര വിഭാഗത്തിന്റെ ശക്തിക്ഷയത്തിന്റെ ആദ്യ സൂചന കൂടിയായിരുന്നു ഈ സംഭവം. ഇന്ന് കെ മുരളീധരൻ ചാരക്കേസിനെ ചാരം മൂടാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ആന്റണിയുടെ പേര് മനഃപൂർവ്വം പറയാതിരിക്കുന്നത് കണ്ട് ചരിത്രം ചിരിക്കുന്നു.
എം രാജീവ്, തിരുവനന്തപുരം. ISRO ചാരക്കേസ് വിവാദം പഴയ കരുണാകര വിഭാഗങ്ങളുടെ ഏകീകരണത്തിന് വഴിവെച്ചേക്കും. അതിലുപരിയായി കെ മുരളീധരൻ ഐ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള വാതിൽ കൂടിയാണ് പുതിയ വിവാദം. ISRO ചാരക്കേസിൽ പിതാവിന്റെ നിരപരാധിത്വം അംഗീകരിപ്പിക്കാൻ നീക്കം നടത്തുന്ന ഒരു മകനുമപ്പുറം രാഷ്ട്രീയമായ ചില നീക്കുപോക്കുകൾ കൂടി മുരളീധരൻ ലക്ഷ്യം വെക്കുന്നു. വിവാദം വാർത്തകളിൽ നിറഞ്ഞപ്പോൾ തന്നെ പഴയ കരുണാകര അനുകൂലികൾ മുരളീധരനെ തുണച്ച് രംഗത്തെത്തി. ഇത് പഴയ ഐ ഗ്രൂപ്പിന്റെ പുനർജീവനം കൂടി സാധ്യമാക്കിയേക്കും. PC ചാക്കോയും വയലാർ രവിയും K സുധാകരനുമൊക്കെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. നിലവിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിശാല ഐ ഗ്രൂപ്പിനും എ ഗ്രൂപ്പിനും ബദലായി പഴയ കരുണാകര വിഭാഗം ശക്തിയാർജിച്ചാൽ പാർട്ടി നേതൃസ്ഥാനം തന്നെ മുരളീധരനിലേക്ക് വന്നു ചേരും. വിശാല ഐയിലുള്ള പലരും കരുണാകര വിഭാഗത്തിലേക്ക് ചേക്കേറും. വിവാദം കത്തിപ്പടരവെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന AK ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി കൂടി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെയെങ്കിൽ സംസ്ഥാന കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് പഴയതിനേക്കാൾ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് തന്നെയാണ് കേസ് പുനരന്വേഷിച്ചാൽ അത് കോൺഗ്രസിന്റെ ഭാവിയെ ബാധിക്കുമെന്ന് ചില നേതാക്കളെങ്കിലും പരസ്യമായി പറഞ്ഞത്. എന്തായാലും ISRO ചാരക്കേസ് എന്ന ദുർഘടമായ പാതയിലൂടെ വേണം സംസ്ഥാന കോൺഗ്രസിന് ഇനി നടന്നു കയറാൻ. പൊളിറ്റിക്കൽ ഡെസ്ക്. ശബരിമല മേൽശാന്തിയായി N ദാമോദരൻ പോറ്റിയെ തെരഞ്ഞെടുത്തു. വൈക്കം സ്വദേശിയാണ് N ദാമോദരൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് പുതിയ മാളികപ്പുറം മേൽശാന്തി. രാവിലെ നട തുറന്ന് നിർമ്മാല്യ ദർശനത്തിനും നെയ്യഭിഷേകത്തിനും ഉഷപൂജയ്ക്കും ശേഷമാണ് മേൽശാന്തിമാരുടെ നറുക്കെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായത്. തന്ത്രി ഖണ്ഡര് രാജീവർ പ്രത്യേകം പൂജിച്ച കുംഭങ്ങളിൽ നറുക്കെടുപ്പിന് അർഹത നേടിയ 9 പേരുടെ പേരുകൾ കുറിച്ച് നറുക്കുകൾ ഇട്ടു. തുടർന്ന് പന്തളം രാജകൊട്ടാരത്തിലെ ഹൃഷിയേഷ് വർമ്മ എന്ന ബാലനാണ് N ദാമോദരൻ പോറ്റിയുടെ നറുക്കെടുത്തത്. വൈക്കം സ്വദേശിയായ ദാമോദരൻ പോറ്റി 2 വർഷമായി വൈക്കം വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ആദ്യമായാണ് ശബരിമല മേൽശാന്തിയാകുന്നത്. 7:50ഓടെയാണ് മാളികപ്പുറം മേൽശാന്തി നറുക്കെടുപ്പ് നടന്നത്. ക്ഷേത്രസന്നിധിയിൽ കാർത്തിക വർമ്മ എന്ന ബാലികയാണ് 10 പേരുടേതടങ്ങുന്ന നറുക്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത്. പിറവന്തറ NSS ദേവീക്ഷേത്രത്തിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിലവിൽ സേവനമനുഷ്ഠിക്കുന്നത്. വളരെ ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. 2 ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്തായാലും മാളികപ്പുറത്തേക്ക് കിട്ടി വളരെ സന്തോഷം. ഈശ്വരാനുഗ്രഹം അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വേറൊരു വാക്ക് പറയാനില്ല എനിക്ക്. അത് തന്നെയാണ്. അടുത്ത നവംബർ 15-ന് പുതുതായി തെരഞ്ഞെടുത്ത മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം നടക്കും. തുലാമാസ പൂജകൾക്ക് ശേഷം 21-ന് രാത്രി 10-ന് നടയടയ്ക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല.